അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഈ രാമായണം വായിച്ചത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ ഈ ഒരു മാസം രാമായണ മാസം ആചരിച്ചത് കൊണ്ട് നമുക്ക് നമ്മൾ എന്ത് പഠിച്ചു, അതാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാറുള്ളത്. ഞാൻ സ്വന്തം പറയൂല, നിങ്ങൾ കൂടണം. എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചത്? രാമായണത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചോ? നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ? ഈ രാമായണം വായിച്ചപ്പോൾ എനിക്ക് ഇനി മുതൽ ഇങ്ങനെ വേണം. ഒരു ഉദാഹരണത്തിന് ജീവിതത്തിൽ ആദ്യമായി തീരുമാനം എടുത്തു, ഇനി തൊട്ട് ഞാൻ സത്യമേ പറയുന്നുള്ളൂ. തീരുമാനിച്ചോ? പറ്റില്ലല്ലേ? ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? എല്ലാത്തിനും സത്യം പറയാൻ പറ്റുമോ? സംഗതി ആ കുഴപ്പമാണ്. അതിന് ടീച്ചറെ ഒരു വായ പറഞ്ഞു തന്നെ എനിക്ക് അപ്രിയ സത്യങ്ങൾ പറയാതിരുന്നാൽ കഴിച്ചതായി. ഞാൻ വേറൊരു വായ പറഞ്ഞു തരാം. സത്യം പറയാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടായിരുന്നു ഇന്നോട് പറയാതിരിക്കുക. സമ്മതിച്ചോ കുഞ്ഞെ? എന്താ പറഞ്ഞത്? സത്യം പറയാൻ പറ്റാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നോണ പറയണം, മിണ്ടായിരിക്കാം. ഇവരങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ, മിണ്ടായിരിക്കുന്നത്. അപ്പൊ ഏതായാലും എന്താണ് നമ്മൾ ജീവിതത്തിൽ പറയേണ്ടത്, പഠിക്കേണ്ടത്? അപ്പൊ എനിക്ക് കിട്ടിയത് ഞാൻ പറയാം. രാമായണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പറയട്ടെ, നിങ്ങൾക്ക് അത് കിട്ടിയോന്ന് എനിക്കറിയില്ല. ഒന്ന്, രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത് ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം അനിശ്ചിതത്വമാണ്. ക്ലിയർ ആയോ? ഇല്ല. എന്താണ് അനിശ്ചിതത്വം എന്ന് ഇവർക്ക് മനസ്സിലായില്ല. അതായത് സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, പിന്നെന്താണ്? വെയിലാണെങ്കിൽ മഴയുണ്ട്, പിന്നെ വേറെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അത് തന്നെ. രാത്രി പകല് ഇരുട്ടാണ്. അതുപോലെ തന്നെ സമ്പത്തുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടായാൽ ദാരിദ്ര്യം ഉണ്ടാവും. സമ്മതിച്ചോ? ഇത് ലോകത്തിൽ എല്ലാവർക്കും ബാധകമാണ് എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അഥവാ വിഷ്ണു ഭഗവാൻ തന്നെ അവതാരമെടുത്തെന്ന് മനുഷ്യർക്ക് പറഞ്ഞു തന്നു, ജീവിതത്തിലൂടെ അഭിനയിച്ച് കാണിച്ചു തന്നു. ശരിയല്ലേ? ഭഗവാൻ ഇതെല്ലാം അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ എന്തിനാ അത് ചെയ്തത്? നമ്മളത് മനസ്സിലാക്കണം എന്ന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് പഠിച്ചോ? ഒരുത്തരം കിട്ടിയോ? ഒന്ന് മറക്കരുത്, പോയിന്റ് നോട്ട് ചെയ്തോ? ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത് ജീവിതം അനിശ്ചിതത്വത്തിൻ്റെതാണ്. സുഖദുഃഖങ്ങൾ മാറി മാറി വരും. ഒരാൾക്ക് എല്ലാ കാലത്തും സുഖവും ഒരാൾക്ക് എല്ലാ കാലത്തും ദുഃഖവും അല്ല, മാറി മാറി വരും എന്നത് അനിശ്ചിതത്വത്തിൻ്റെതാണ്. അല്ലെങ്കിൽ എന്താണ് പറയുക, ദ്വന്ദ്വങ്ങളുടേതാണ്. അങ്ങനെ പറയാൻ പറ്റും ഇല്ലേ? ദ്വന്ദ്വങ്ങൾ മാറി മാറി വരും. ഇവിടെ കിട്ടിയോ? മറക്കൂല. അടുത്ത എന്താണെന്നറിയാമോ? പ്രയാസങ്ങൾ തരണം ചെയ്യാനുള്ള വഴി അതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ അയ്യോ ഇനി എന്റെ കാര്യം പോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട് കിടക്കല്ല, പിന്നെയോ വഴിയും ആ രാമായണം പറഞ്ഞു തരുന്നുണ്ട്. ഇല്ല സഹോദരി? അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ഈ പ്രയാസങ്ങളുള്ള സമൂഹത്തിൽ ജീവിതത്തിൽ എന്തുണ്ട്? പ്രയാസങ്ങളിൽ നിന്ന് മോചനത്തിനുള്ള വഴിയുണ്ട്. കേട്ടോ? അതിന് ഒന്നാമതായിട്ട് അതിനുള്ള വഴി തേടുന്നത് സ്വന്തം ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. സത്യവും ധർമ്മവും കൈവിടരുത്. ഒന്ന്, ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾക്കിടയിൽ നമുക്ക് സങ്കടങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ എന്തുണ്ടായാലും അത് തരണം ചെയ്യാൻ സത്യധർമാദികൾ കൈവിടരുത് എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉൾപ്പെടെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും ഉണ്ട്. അതിൽ ഒന്ന് ഭഗവാന്റെ പേര് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. പിന്നെ വേറൊന്നുണ്ട്, മനുഷ്യൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടൊരു മാർഗം പരസ്പര സഹായമാണ്. സമ്മതിച്ചോ? അതാണ് പ്രധാനമായിട്ട് പറയുന്നത്.